ഇറ്റ്സ് മീ മുഫീദ. മക്കളെ, അപ്പൊ നാളെയാണല്ലേ നമ്മൾ എക്സാം. നന്നായിട്ടൊക്കെ എക്സാം എഴുതാം കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ഉണ്ട്. 2 കോളംസ് തന്നിട്ടുണ്ട്. ഇവിടെ കുറെ അളവുകളും യൂണിറ്റുകളും തന്നിട്ടുണ്ട്. ശരിയായിട്ടുള്ളത് ഏതാണെന്ന് ചൂസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ എസ് അല്ലെ, എസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്? നമ്മുടെ ടൈമിന്റെ യൂണിറ്റ് ആണ് അല്ലെ, സെക്കൻഡ് എന്ന് ആണല്ലേ. സെക്കൻഡിന്റെ സിമ്പിൾ ആണ് എസ് എന്ന് പറയുന്നത്. അപ്പൊ എസ് എന്ന് എഴുതുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതെപ്പോഴും സ്മോൾ ലെറ്ററിൽ വേണം എഴുതാൻ. സോ ഇതാണ് കറക്റ്റ്. നെക്സ്റ്റ്, മോൾ അല്ലെ, നമ്മളുടെ യൂണിറ്റിന്റെ പേര് എഴുതുമ്പോൾ എപ്പോഴും എന്ത് വേണം? അത് സ്മോൾ ലെറ്ററിൽ വേണം എഴുതാൻ അല്ലെ. ആളുകളുടെ പേരാണെങ്കിലും സയന്റിസ്റ്റുകളുടെ പേരാണെങ്കിലും യൂണിറ്റുകളുടെ ഫുൾ പേര് എഴുതുന്ന സമയത്ത് സ്മോൾ ലെറ്ററിൽ വേണം എഴുതാൻ. അപ്പൊ അത് ശരിയായി. നെക്സ്റ്റ്, ആംപിയർ. ആംപിയർ നമുക്കറിയാം ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇതാണ് കറക്റ്റ്. സ്മോൾ ലെറ്ററിൽ വേണം പേരുകൾ എഴുതാൻ. ഓക്കെ, സെറ്റ് ആണല്ലോ. നെക്സ്റ്റ്, 130 kilograms എന്നുണ്ട്, 130 kilogram എന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 kilogram ആണെങ്കിലും 2 ആണെങ്കിലും 3 ആണെങ്കിലും ഒക്കെ എന്ത് കൊടുത്താൽ മതി? kg എന്ന് മാത്രം കൊടുത്താൽ മതി. എസ് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെ. നമ്മൾ സാധാരണ ഒരുപാടുള്ളത് പ്ലൂറൽ ഫോം ബഹുവചനങ്ങൾ ഉപയോഗിക്കുമ്പോൾ എസ് എന്ന് കൊടുക്കും അല്ലെ. പക്ഷെ യൂണിറ്റിന്റെ കാര്യത്തിൽ അങ്ങനെ എസ് കൊടുക്കേണ്ട ആവശ്യമില്ല. 10 മീറ്റർ 1 മീറ്റർ 10 മീറ്റേഴ്സ് 100 മീറ്റേഴ്സ് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. 1 മീറ്റർ ആണെങ്കിലും 100 മീറ്റർ ആണെങ്കിലും ഒക്കെ എം എന്ന് മാത്രം കൊടുത്താൽ മതി അല്ലെ. എസ് അതിന് കൂടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇതാണ് കറക്റ്റ്. നെക്സ്റ്റ്, 90 എന്ന് എഴുതിയിട്ട് സ്പേസ് ഇട്ടിട്ട് മീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. മറ്റേതാണെങ്കിലോ 90 എന്ന് എഴുതിയിട്ട് അടുത്ത് തന്നെ മീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഇത് തെറ്റാണ്. ഇതാണ് കറക്റ്റ് അല്ലെ. അപ്പം ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ താഴെ കാണുന്നതിൽ ഏതാണ് കറക്റ്റ് എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പൊ നാളത്തെ എക്സാം അടിപൊളിയായിട്ട് എഴുതാം. ഇന്ന് രാത്രി നമ്മൾ മാരത്തോൺ റിവിഷൻസ് എല്ലാം ഉണ്ട്. ഒരു ടെൻഷനും വേണ്ട. അടിപൊളിയായിട്ട് 7 മണിക്ക് അങ്ങോട്ട് പോന്നോളൂ കേട്ടോ.